പാർട്ടിക്കുള്ളിൽ ഒരു ദീർഘകാല പരിഹാരം ഉണ്ടാവും, ഒരു ശാശ്വത പരിഹാരം? പാർട്ടിക്കുള്ളിൽ പ്രശ്നം എന്താണ്? നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ചു. അത് അദ്ദേഹത്തിന് അങ്ങനെ രാജിവെക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹം ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിന് പാർട്ടി പ്രസിഡന്റായിട്ട് തുടരാൻ സാധ്യതയില്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. അദ്ദേഹം രാജിവെച്ച വിവരം എന്നോട് വിളിച്ചു പറഞ്ഞു. ഇന്നലെ രാവിലെ വിളിച്ചു പറഞ്ഞു. രാജിവെച്ചതിന് ശേഷമാണ് അറിയിച്ചത്. ഞാൻ രാജീവ് കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് വിളിച്ചു പറഞ്ഞത്. രാജിവെക്കുന്നതിന് മുമ്പ് അങ്ങനെ കൂടിയാലോചന നടത്തിയിട്ടില്ല. ഞാനുമായി ഏതായാലും നടന്നില്ല. മറ്റാരെങ്കിലുമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് അറിയുകയുമില്ല. അതങ്ങനെ എനിക്ക് അന്വേഷിക്കേണ്ട കാര്യം. അങ്ങ് തോമസ് കെ തോമസിനെ നിർദ്ദേശിച്ചു എന്ന് കേട്ടു. അല്ലല്ല, ഞാനങ്ങനെ നിർദ്ദേശിക്കാറില്ല. അതാണ് എന്നെ അറിയാത്തതുകൊണ്ടാണ്. എന്നെ അറിയുന്നവരാരും അങ്ങനെ പറയാം. ഞാൻ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഞാനല്ല എന്നുള്ള പാർട്ടിയാണ്. ഇക്കാര്യം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതൃത്വമാണ്. നാളെ ആ ദേശീയ പ്രസിഡന്റ് അധ്യക്ഷൻ ശരത് പവാർ ആരെയാണോ പ്രസിഡന്റായി ഇവിടെ നിയോഗിക്കുന്നത് ആ വ്യക്തിയോട് 100% സഹകരണം ഉറപ്പു പറയാനേ ഞാനിപ്പോൾ ഉള്ളൂ. ഈ തോമസ് കെ തോമസ് അതിന് യോഗ്യനാണ്. എല്ലാവരും യോഗ്യന്മാരല്ലേ? ഇതിനകത്ത് വലിയ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. പൊതുജീവിതത്തിലെ പരിചയം, അനുഭവം, ഇതൊക്കെയാണല്ലോ ഒരാളെ നേതാവാക്കിയ ആളെ പിന്നെ പരീക്ഷിച്ച് നോക്കിയാലല്ലേ. ഈ പി സി ചക്കോ രാജിവെച്ചതിനോടുള്ള അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? അദ്ദേഹം കുറേയും കൂടി ഡെമോക്രാറ്റ് ആവേണ്ടതായിരുന്നു. കുറെ കൂടി കേൾക്കണമായിരുന്നു പ്രവർത്തകരെയും. ഇതാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കുറെ കൂടി സീനിയർ നേതാക്കന്മാരോടെങ്കിലും ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ഒരു ശൈലിയായിരുന്നു നല്ലത്. അദ്ദേഹം ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നത് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇന്നത്തെ കേരള സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ പോകുമെന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹം നമ്മുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ജനാധിപത്യവാദിയായി തുടർന്നിരുന്നുവെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എന്നതിൽ അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്താമായിരുന്നു പാർട്ടിക്ക്. അല്ലെന്നും അത് ഓരോരുത്തരുടെ പ്രവർത്തന ശൈലിയാണല്ലോ. ഓരോരുത്തർക്ക് ഓരോ ശൈലിയുണ്ട്. അപ്പോൾ ആ ശൈലിയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നോ ശൈലി നല്ലതല്ലെന്നോ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എന്ത് തോന്നിയാലും അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ്. അപ്പോൾ പി സി ചാക്കോ മാറി പുതിയൊരാൾ വന്നാലും പാർട്ടിക്ക് അതൊരു ക്രൈസിസ് അല്ല. അത് ഞങ്ങളാരെങ്കിലും പി സി ചാക്കോ വിചാരിക്കൂല. അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, എല്ലാ സഹകരണവും നാളെ ആരായാലും ഉണ്ടാകും. ഞാൻ പറഞ്ഞ നാളെ ഞാനും എല്ലാവരുമായിട്ട് സഹകരിക്കും. പാർട്ടിയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. എന്താന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് രണ്ട് ചേരിയായിട്ട് നിന്നാലും ഒരു ചേരിയായിട്ട് നിന്നാലും നമ്മളെ ദോഷകരമായി ബാധിക്കും. ഈ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് അദ്ദേഹവും ചിലപ്പോൾ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ സാഹചര്യം സൃഷ്ടിക്കാനായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു ശ്രീ കെ ശശീന്ദ്രൻ. കണ്ടതിൽ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ അങ്ങേക്ക് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതങ്ങ് എങ്ങനെയാണ് അങ്ങ് ടാക്കിൾ ചെയ്യുന്നത് കാണാനാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്. മന്ത്രിമാറ്റം എന്ന് പറയുന്ന ചർച്ച അത് തീർന്നു അവസാനിച്ചു അല്ലേ? അല്ല, മന്ത്രിമാറ്റം എന്ന ചർച്ച ഇപ്പൊ ഇല്ലല്ലോ, അത് അവസാനിച്ചു ഇതിനോട്. അല്ല, അതിലും നിങ്ങൾക്കറിയാലോ ഞാനെടുത്ത നിലപാടത്. പക്ഷെ എന്നെ വല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ മോശമായിട്ട് പല മാധ്യമങ്ങളും ഞാൻ ഒരു ഘട്ടത്തിൽ പോലും രാജ്യസന്നദ്ധത ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഒറ്റ ഉപാധി ഉണ്ടായിരുന്നു. എന്താണ്? മന്ത്രിസഭയിൽ പാർട്ടി പ്രതിനിധി ഉണ്ടാകണം. ഞാൻ പോയാൽ പകരം ഒരാളെങ്കിലും വരണം പാർട്ടി മന്ത്രിസഭയ്ക്ക്. കാരണം ഞങ്ങളുടെ പാർട്ടിക്ക് വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. ആ സ്ഥാനം കളയുക എന്ന് പറഞ്ഞാൽ പ്രവർത്തകന്മാർക്കിടെ ഒരു അഭിമാനബോധത്തെയോ അല്ലെങ്കിൽ ആശ്വാസബോധത്തെയോ തകർക്കുന്നതായിരിക്കും. ഞാൻ ബഹുമാനപ്പെട്ട ദേശീയ പ്രസിഡന്റ് പവാർജിയോട് പറഞ്ഞ അങ്ങ് എപ്പോൾ പറഞ്ഞാലും രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ യു പ്ലീസ് മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ദർ വിൽ ബി അവർ നോമിനി തോമസ് കെ തോമസ്. നിലവിൽ കെ ശശീന്ദ്രനെ രാജിവെപ്പിക്കാൻ നടന്നവര് സ്വയം രാജിവെച്ച് പോകുന്നൊരു അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ് കാണുന്നത്? ഒരു ഐറണിയാണോ അത്? അല്ല, അങ്ങനെ ഒരു കളിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു ശ്രീ കെ ശശീന്ദ്രൻ. താങ്ക്സ് അലോട്ട്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഉഷാറായി നടക്കട്ടെ. എന്തായാലും പത്രക്കട്ടികകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ. വന്യജീവി ആക്രമണം സർക്കാർ രാജിവെക്കണമെന്ന് ബിഷപ്പുമാരൊക്കെ ആവശ്യപ്പെട്ടതിനോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. നേരത്തെ ആ രീതിയിൽ സംസാരിക്കാനില്ല എന്നാണ് പറഞ്ഞത് അല്ലേ ബിഷപ്പുമാരോട്? അല്ല, അത് ഞാനൊരിക്കൽ ചോദിച്ചതാണ്. ഏതെങ്കിലും ഈ കാര്യം മാത്രമല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മന്ത്രി രാജിവെക്കുക എന്നത് പ്രശ്നപരിഹാരമല്ല, രാഷ്ട്രീയ ആവശ്യമാണ്.
ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വാർത്ത നമ്മൾ കേട്ടുകൊണ്ടാണ് മിനിസ്റ്ററുടെ റൂമിലേക്ക് എത്തിയത്.